നമസ്കാരം. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതിയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വിമാനങ്ങൾ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇറാനിലെ ഉന്നതരായ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പരമോന്നത നേതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായ മുസ്തഫ ഖമേനി മാത്രമാണ് അന്ന് പരുക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നത്. പക്ഷേ അന്നു മുതൽ വരുന്നൊരു ചോദ്യമുണ്ട്. അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നോ? അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്നാണ് നടക്കുക എന്നുള്ളത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നിരുന്നത്. പക്ഷേ ഇതിനൊന്നും തന്നെ ഇപ്പോഴും ഇറാൻ കൃത്യമായ മറുപടി നൽകിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇറാൻ പുറത്തുവിട്ടൊരു വാർത്ത അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം ഉടൻ തന്നെ നടക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും അവർ വെളിപ്പെടുത്തിയിട്ടുമില്ല. നേരത്തെ അമേരിക്ക തങ്ങളുടെ ഇത്തരത്തിലുള്ള ശത്രുക്കളെ വധിക്കുമ്പോൾ അവരുടെ മൃതദേഹം കൂടി നശിപ്പിച്ച് കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ബിൻ ലാദൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കണ്ടതാണ്. പക്ഷേ ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ശേഷം അവർ ആരുടെയും മൃതദേഹങ്ങൾ ഇത്തരത്തിൽ നീക്കം ചെയ്യാനൊന്നും തന്നെ ശ്രമിച്ചിരുന്നില്ല. മാത്രമല്ല അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം കണ്ടെടുത്തു എന്ന് തന്നെയാണ് ഇറാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല. കാരണം അവർ ഭയക്കുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. അയത്തുള്ള അലി ഖമേനി എന്ന വർഷങ്ങളായി തങ്ങളുടെ രാജ്യത്തെ നിരന്തരം ആക്രമിക്കാൻ എല്ലാ സഹായം ചെയ്തു കൊടുത്തിരുന്ന വ്യക്തിയുടെ മൃതദേഹം പോലും കിട്ടിയാൽ അവർ ഇല്ലാതാക്കും എന്നുള്ള ഭയം, അല്ലെങ്കിൽ സംസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും എന്നുള്ള ഭയം ഇറാൻ ജനതയ്ക്കുണ്ട്, ഇറാൻ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇപ്പോഴും ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ വെടിനിർത്തൽ സമയമാണ്. വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന വിശ്വാസത്തിലാണ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം നടത്തുന്നതിന് ആവശ്യമായ രീതിയിൽ ഇറാനിലെ സർക്കാർ തന്നെ 3 വിഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം വലിയ ചടങ്ങുകളോടുകൂടി തന്നെ നടത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ലോകമെമ്പാടും നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും അതുപോലെ പ്രമുഖ വ്യക്തികളുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തും. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ ചെയ്തു തുടങ്ങുകയാണ്. കാരണം അവർക്കുള്ള സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം വിപുലമായ തോതിൽ നടത്താനാണ് അവർ തീരുമാനിച്ചിരുന്നത് എങ്കിലും യുദ്ധം ഉണ്ടായ സാഹചര്യത്തിൽ ആർക്കും തന്നെ സുരക്ഷിതത്വം ഉറപ്പ് നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇറാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംസ്കാര ചടങ്ങുകൾ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിനൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മുസ്തഫ ഖമേനി ഇപ്പോഴും എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. മുസ്തഫ ഖമേനി ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കോമ സ്റ്റേജിലാണെന്നൊക്കെയാണ് ആദ്യം വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് നിസ്സാര പരിക്ക് മാത്രമാണ് ഏറ്റിട്ടുള്ളതെന്ന് ഇറാൻ സർക്കാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടത് കാല് നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ മുഖം തകർന്നു പോയെന്നുമൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും മുസ്തഫ ഖമേനിയുടെ പേരിൽ നിരവധി സന്ദേശങ്ങളും ഉത്തരവുകളൊക്കെ തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊക്കെ തന്നെ പക്ഷേ ഇറാനിലെ IRGC ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത് എന്നാണ് വലിയൊരു വിഭാഗം ആരോപിക്കുന്നത്. അയത്തുള്ള അലി ഖമേനി 3 പതിറ്റാണ്ടുകളോളം ഇറാനിൽ തൻ്റെ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിരുന്ന ആളാണ്. അയത്തുള്ള അലി ഖമേനി അറിയാതെ അവിടെ ഒരു കാര്യവും നടക്കുകയില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. എന്ന് നിസ്സാര കാര്യത്തിന് പോലും ഖമേനിയുടെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ഇറാൻ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അവിടെ നിലവിലുള്ള സർക്കാർ പ്രശസ്തിക്കാന നേതൃത്വത്തിലുള്ള സർക്കാരായിട്ട് ദുർബലമാണ്. അവിടെ പ്രസിഡന്റ് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവിടുത്തെ ഇറാനിലെ പരമോന്നത നേതാവിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം എന്ന് നടക്കുമെന്നുള്ള ചോദ്യം ഈ മാസങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 മാസം പിന്നിടുകയാണ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ട്. എന്നിട്ടും ഇറാന് തങ്ങളുടെ ഏറ്റവും പ്രമുഖനായിരുന്ന ഏറ്റവും ശക്തനായിരുന്ന നേതാവിൻ്റെ സംസ്കാരം എന്ന് നടത്തുമെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത് എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. മാത്രമല്ല ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനെ അവർ വല്ലാതെ ഭയപ്പെടുന്നുമുണ്ട്. ഒരുപക്ഷെ ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെയൊക്കെ തന്നെ നേതാക്കൾ ടെഹ്റാനിൽ വധിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. നേരത്തെ ഹമാസിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളെ പലരും ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം അവർ ഈ ചടങ്ങ് ഇപ്പോഴും നീട്ടിക്കൊണ്ടു പോകുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് എങ്കിൽ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കാതിരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അവർക്ക് തന്നെ അറിയാം ഇങ്ങോട്ട് വന്നാൽ ഇറാൻ്റെ ഏത് സുരക്ഷാ താവളത്തിൽ പോയി ഒളിച്ചാലും ഇസ്രായേലിൻ്റെ ചാരസംഘടനയും മൊസാദിൻ്റെ കണ്ണുകൾ തങ്ങളെ തേടിയെത്തുമെന്ന് വകവരുത്തുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഖനിയയ്ക്ക് സംഭവിച്ചത് തന്നെയായിരുന്നു. അദ്ദേഹം ഇറാൻ പ്രസിഡൻറ്റിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ഇറാൻ സൈന്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിത, അതായത് 3 ലെയർ സംരക്ഷണം വലയമുള്ള ഗസ്റ്റ് ഹൗസ് താമസിച്ചിട്ട് പോലും ഇസ്രായേൽ അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ ആലോചിക്കുന്നത്. ഏതായാലും തങ്ങളുടെ പരമോന്നത നേതാവിന് ഉചിതമായ രീതിയിലുള്ള സംസ്കാരം നൽകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ 3 മാസം പിന്നിടുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട്. മാത്രമല്ല അതിശക്തമായ സ്ഫോടനത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മൃതദേഹം ഒരുപക്ഷെ ഛിന്നഭിന്നമായ സ്ഥിതിയിലായിരുന്നിരിക്കാം അവർ കണ്ടെടുത്തത് എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്.